എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഞാൻ പറഞ്ഞ കള്ളാണെന്നറിഞ്ഞ ഇവരൊക്കെ എന്നെ വെറുക്കില്ലേ? ഞാനിനി എവിടേക്ക് പോവും? അവൾ ഓരോന്നോർത്ത് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. തലവേദന പോലെ തോന്നി അവൾ ബെഡിലേക്ക് കിടന്നു. വന്ന വേഗത്തിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് കണ്ടതും അവൾ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. അപ്പോഴും മനസ്സിൽ ചൂടാറാത്ത ഓർമ്മകൾ അങ്ങനെ നീന്നു. ടേബിളിൽ അടച്ചു വെച്ചിരിക്കുന്ന ഫുഡ് കണ്ടത് അവളൊന്ന് തുറന്നു നോക്കി. സമാധാനം കേട് കാരണം വിശപ്പൊക്കെ എങ്ങോ പോയി. ലച്ചു ഓരോന്നോർത്തുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയം ആനന്ദ് ഉറക്കം വരാതെ അവൾ പറഞ്ഞോർത്ത് റൂമിൽ കിടക്കുകയായിരുന്നു. ലച്ചു ആളിലേക്ക് നടന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങി. തണുത്ത ഒരു ഇളം കാറ്റ് അവളെ തഴുകിക്കൊണ്ടിരുന്നു. ആ കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറി പറന്നു. ഉറക്കം വരാതെ ആനന്ദ് ബാൽക്കണി ഇറങ്ങി പുറത്തേക്ക് നോക്കിയിരുന്നു. ഗാർഡന്റെ സൈഡിൽ വെച്ച് മുട്ടിൽ മുഖം ചേർത്തിരിക്കുന്നുണ്ട്. അവൻ ഞെട്ടി. ഇവളെന്താ ഈ സമയത്ത് അവിടെ? അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. ഹാളിലെ ഡോർ തുറന്നിട്ടിരിക്കുന്നുണ്ട്. അത് ചാരി അവൻ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ അടുത്തേക്ക് ചെന്നു. മുട്ടിൽ ചേർന്ന് കുഞ്ഞിരിക്കുന്ന അവളെ കണ്ട് ഒരു നിമിഷം അവൻ നിന്നു. ഏങ്ങലടികൾ കേട്ടതും അവൻ നെറ്റി വിളിച്ച് അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിൽ കൈയമർത്തിയതും അവൾ ഞെട്ടി തല ഉയർത്തി നോക്കി. മുന്നിൽ ആനന്ദിനെ കണ്ട് ലച്ചു പിടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് വേഗം കണ്ണു തുടച്ചു. ഞാൻ അത് പിന്നെ വെറുതെ ഉറക്കം വരാണ്ടായപ്പോൾ പുറത്തിറങ്ങിയതാ. സോറി. അതിന് ഞാൻ തന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ സോറി? തെറ്റിയെന്നവരാ സോറി പറയുന്നത്. താൻ എന്ത് തെറ്റായി ഇത്? എന്തെങ്കിലും കള്ളം പറഞ്ഞോ? തെറ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഇവിടെ വന്നിരിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ഈ സമയത്ത് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാത്താണ് നല്ലത്. അവൻ പറഞ്ഞ ആളവനെ നോക്കി തലയാട്ടി. താനിവിടെ ഇരിക്കും, എനിക്ക് ഉറക്കം വരുന്നില്ല, നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കാം. അവൻ പറഞ്ഞു. അവൾ പരിഭ്രമത്തോടെ കൈകൾ കൂട്ടിപ്പിടിച്ച് നിന്നു. പേടിക്കണ്ട, ഇരിക്കേ. പേടിയൊന്നുമില്ല. അത് പിന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതാ ഞാൻ പൊക്കോട്ടെ. ഇത്രയും നേരം ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നപ്പോൾ തനിക്ക് ഉറക്കം വന്നില്ലല്ലോ. എന്നെ കണ്ടപ്പോൾ ഉറക്കം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് ബോറനാണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ മീണ്ടാതെ അവൻ്റെ അടുത്തിരുന്നു. അത് കണ്ട് അവൻ ചിരിച്ചു. താനെന്തിനാ കരഞ്ഞ്? ഞാനോ? ഇല്ലല്ലോ, ഞാനെന്തിനാ കരയുന്നേ? എനിക്കതിന് സങ്കടമൊന്നും ഇല്ലല്ലോ. അവൾ പറഞ്ഞതും അത് കേട്ട് ആനന്ദി ചിരിച്ചു. ഞാൻ തന്നോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക്? അവൻ ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയാട്ടി. അവൻ ചോദിക്കാൻ വരുന്ന എന്താവുമെന്ന് അവൾ ഊഹിച്ചു. എനിക്കറിയാം എന്താ സംസാരിക്കാനുള്ളതെന്ന്. ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു രാത്രി. എനിക്കൊന്നും ഓർമ്മയില്ല. അതാവും സംസാരിക്കാൻ വരുന്നല്ലേ. അതാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല. മുൻകൂർ ജാമ്യല്ലേ? അവൻ പറഞ്ഞു. അവൾ സംശയപാതത്തിൽ അവനെ തലയിരിച്ച് നോക്കി. താനിവിടെ നിൽക്കുന്നിടത്തോളം കാലം തൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ്. യാതൊന്നും അറിയാതെ തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ അനുവദിച്ചു. ഇന്നുവരെ ഒരു കാര്യവും ഈ വീട്ടിലാരും തന്നോട് ചോദിച്ചിട്ടില്ല. കാരണം തനിക്ക് ഓർമ്മ നഷ്ടമായതുകൊണ്ട്. സ്വന്തം വീട്ടിലൊരു അംഗമായിട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. നാളെ തനിക്കൊരു പ്രശ്നം വന്നാൽ അത് ഞങ്ങളെയും കൂടി ബാധിക്കും. തനിക്ക് ആക്സിഡൻ്റ് ആയത് മുതൽ ഇത്രയും ദിവസം ഞങ്ങളോടൊപ്പം കഴിഞ്ഞുകൊണ്ട് എന്നെ എൻ്റെ വീട്ടുകാരെയും തനിക്ക് മനസ്സിലാവും. അച്ഛനും അമ്മയും ഒരു പാവാണ്. സ്നേഹിക്കുന്നവരെന്ത് പറഞ്ഞാലും അതേപടി അങ്ങ് വിശ്വസിക്കും. ആരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവളൊരു പാവാ. ആദ്യം എന്നെ പോലെ തന്നെയാണ്. പക്ഷെ കൂടെ നിന്ന് പറ്റിക്കാന്നറിഞ്ഞാൽ ഇവിടെ ആർക്കും സഹിക്കാനാവില്ല. എനിക്കറിയാം തനിക്കിപ്പോൾ എല്ലാം ഓർമ്മയുണ്ടെന്ന് ആനന്ദ് പറഞ്ഞു. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഏട്ടൻ പറഞ്ഞ സത്യ, എൻ്റെ ഓർമ്മ നഷ്ടമായതല്ല, ഞാനങ്ങനെ അഭിനയിച്ചു തന്നെയാ. അവൾ പറഞ്ഞത് ആനന്ദ് വിശ്വാസം വരാതെ അവൾ തന്നെ നോക്കി. എന്തിനു വേണ്ടിയായിരുന്നു? അതുകൊണ്ട് എന്ത് നേടാൻ തനിക്ക് ഉണ്ടായത്? തനിക്ക് തോന്നുന്നുണ്ടോ താൻ കള്ളം പറഞ്ഞാണെന്ന് ഇവിടെ അറിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനാവുമെന്ന്? ഇത്രയും ദിവസം ആ വിശ്വസിച്ചവരാ ഈ വീട്ടിലുള്ളവർ. എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങളോട് എല്ലാം മറച്ചു വെച്ച്? അത് നിങ്ങളെ ചതിക്കാനൊന്നുമല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയോളാ ഞാൻ. എങ്ങനെയോ രക്ഷപ്പെട്ട് നിങ്ങളുടെ കൺമുമ്പിൽ എത്തിയതാ. എവിടേക്കെന്നില്ലാതെ ഓടുമ്പോഴാ ഒരു വണ്ടി വരുന്ന കണ്ട്. മനഃപൂർവ്വം മരിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ വണ്ടിക്കൊമ്പിലേക്ക് ഞാൻ ചാടിയത്. പക്ഷേ ഒരിക്കലും എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആരുമില്ലാത്ത സ്ഥലത്ത് ആരും കണ്ടില്ലെന്ന് എഴുതി പോകുമെന്ന് ഞാൻ കരുതി. എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ണുറന്നപ്പോഴാണ് മനസ്സിലായത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് അവിടേക്ക് തിരികെ ചെല്ലാനാവില്ല, മരിക്കാനും ആയില്ല. എവിടേക്ക് പോകണമെന്നറിയാതെ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നിയൊരു ബുദ്ധി മാത്രമായിരുന്നു ഓർമ്മയില്ലെന്ന് പറയാന്നുള്ളത്. ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാൻ നേട്ടം പറഞ്ഞപ്പോൾ ആദ്യം ഞാനൊന്ന് പേടിച്ചു. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കാൻ പറഞ്ഞ് പകരം നിങ്ങളെന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. സത്യത്തിൽ അതെൻ്റെ മനസ്സിനൊരു വല്ലാത്ത സമാധാനമായിരുന്നു. ഇവിടെ നിൽക്കാൻ വേണ്ടിയാ ഞാൻ ഓർമ്മയില്ലെന്ന് അഭിനയിച്ച്. ഇവിടുന്ന് പോയാൽ പിന്നെ എൻ്റെ ജീവിതം എന്താവുമെന്ന് എനിക്കറിയില്ല. അവരൊക്കെ എന്നെ തിരക്കി നടക്കുന്നുണ്ടാവും. ഇവിടെയാണ് എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് പോവേണ്ടി വന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ചവറ്റുകൂനയിലോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലോ ആവും പിന്നെ എൻ്റെ ശരീരം കിട്ടുന്നത്. അവരെന്നെ ആവശ്യം കഴിയുമ്പോൾ കൊന്ന് വലിച്ചെറിയും. അതും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞതും ആനന്ദ് അവളെ ചേർത്ത് പിടിച്ചു. അവളൊരു ആശ്വാസം പോലെ അവന് നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നിരുന്ന് കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടതും അവന് പിന്നെയൊന്നും ചോദിക്കാൻ തോന്നിയില്ല. പക്ഷേ എല്ലാം അറിയണം, അത് ഇവൾ തന്നെ പറയണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ നോക്കി. ഏങ്ങി ഉറക്കം പിടിച്ചിരുന്നവൾ അത് കണ്ടത് അവൻ അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. വെള്ളം കുടിക്കാൻ താഴേക്ക് ഇറങ്ങി വന്ന കാവ്യ അത് കണ്ട് വായും പൊളിച്ച് നോക്കി.
അപ്പൊ ആരും അറിയാണ്ട് രണ്ടുപേരും കൂടി ഇതായിരുന്നല്ലേ പരിപാടി? ഞങ്ങളൊന്നും അറിയില്ലെന്നാ വിചാരം. ശരിയാക്കി തരാം. അവൻ പോകുന്ന നോക്കിന്നുകൊണ്ട് അവൾ പറഞ്ഞു. ലച്ചുവിനെ റൂമിൽ കൊണ്ട് കിടത്തി പോയിച്ച് തിരിച്ചിറങ്ങാൻ നേരമാണ് കൊണ്ടുവച്ച ഫുഡ് അതേപോലെ ഇരിക്കുന്നത് കണ്ടത്. അത് കണ്ടതും അവൻ അതിലേക്ക് നോക്കിയിട്ട് അവളെയും നോക്കി പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിലേക്ക് ആരോ ചാടി വീണത് അവൻ ഞെട്ടി. നീയായിരുന്നോ? നീ എന്താ ഇവിടെ? ആനന്ദി ചോദിച്ചു. കാവ്യവനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു. ഞാനല്ല, ഏട്ടനെന്താ ഇവിടെ? അതും ലച്ചേച്ചിയുടെ റൂമിൽ എന്തായിരുന്നു പുറത്തു ഭാഗത്തും? കാവ്യ ചോദിച്ചു. അവൻ ചുറ്റും നോക്കിയിട്ട് അവിടെ ചെവിക്ക് പിടിച്ച് തിരിച്ചു. പ്രിയക്ക് വേണ്ടി എന്റെ പുറകെ നടന്ന് ചാരപ്പണി തുടങ്ങിയോ നീ? വീട്ടിൽ ഞാൻ ആർക്ക് വേണ്ടി വന്നല്ല, വെള്ളം കുടിക്കാൻ പോയതാ. അപ്പോഴേ ഏട്ടൻ ലച്ചേച്ചി കൊണ്ട് മേലേക്ക് കയറുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ ചെവി അവൾ തടവിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കരുതി അവള് പറഞ്ഞിട്ടാവുന്നു. പിന്നെ എനിക്കിപ്പോ അതല്ലേ പണി. പ്രിയപ്പം മൂടിപ്പോ ചൊറക്കായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ആ പണിക്കില്ല. എന്തായാലും പ്രിയേക്കാൾ ഏട്ടന് ബെസ്റ്റ് ലച്ചേച്ചിയാ, എനിക്കറിയാല്ല. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തറിയാന്ന് പെണ്ണെ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ആദ്യം കെട്ടാൻ പോകുന്നത് ഞാൻ നോക്കില്ല, ഒന്നാ വെച്ചു തരും. അപ്പൊ പിന്നെ പുറത്തെന്തായിരുന്നു രണ്ടുപേരും കൂടി പരിപാടി? അത് ലച്ചു ഒറ്റയ്ക്കിരിക്കുന്നുണ്ട് ഞാൻ പോയതാ. കാര്യം പറഞ്ഞിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി, പിന്നെ എടുത്തുകൊണ്ട് വന്നാ. അത്രമാത്രം പറയാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത്? നീ എന്താ CID ആണോ? പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ പൊക്കോളാം, എന്നാലും എന്തോ ഉണ്ട്. ഞാൻ വീണ്ടും പറയാ, നിങ്ങൾ തമ്മിൽ ചേർന്ന അടിപൊളിയായിരിക്കും, എല്ലാവർക്കും അത് ഇഷ്ടാ, സത്യം. അവൾ പറഞ്ഞു. ആനന്ദ് അവൾക്ക് നേരെ കയ്യോങ്ങി. പോളി റൂമില്. പോവാ, ഇപ്പൊ ഞാൻ പോയി. എന്നാലേ രാവിലെ പവറിൽ തിരിച്ചു വരും, നോക്കിക്കോ. വരുന്നോക്കൊള്ളാം. രാവിലെ അവളോട് ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. എന്റെ കയ്യിൽ നിന്ന് അടിമേടിക്കുന്ന അവൻ പറഞ്ഞതിന് അവൾ കൊഞ്ഞനം കുത്തിക്കൊണ്ട് റൂമിലേക്ക് പോയി. അത് കണ്ടതും ആനന്ദ് റൂമിലേക്ക് പോയി. അതൊക്കെ കേട്ട് നിന്ന പ്രിയ അവരെ നോക്കി ദേഷ്യത്തിൽ റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും ആനന്ദ് കാവ്യ പറഞ്ഞ് ആലോചിച്ചു. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു. അയ്യേ, നിനക്കെന്താ പറ്റിയേ? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ പെണ്ണ് ഓരോന്ന് പറഞ്ഞു നേതി. നീ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ലച്ചുവിനെ കുറിച്ച് ഇനിയും അറിയാനുണ്ട്, എല്ലാം അറിയണം. എന്നിട്ട് മതി അരുതാത്ത ഓരോ ആഗ്രഹങ്ങൾ. അവൻ സ്വയം പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈവച്ചതും അവൾ ചാരിക്കിടന്നോർത്ത് അവന്റെ ചുണ്ടിൽ വീണ്ടും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൻ ഉറക്കിലേക്ക് വീണു. രാവിലെ ലച്ചു ഉണർന്ന് ബെഡിൽ കിടക്കുന്നുണ്ട്. അവൾ അതിശയിച്ചു. ഞാൻ എപ്പോ? ആലോചിക്കണ്ട, ഞാൻ കൊണ്ട് കിടത്തിയതാ. ആനന്ദിന്റെ സൗണ്ട് കേട്ട് അവൾ ചാടി എണീറ്റു. നേരെ ഒരുപാടായിട്ട് തന്നെ താഴേക്കാനായിട്ട് അന്വേഷിച്ചു വന്നാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലത്തെ വിഷമൊക്കെ മാറിയോ? എന്തൊരു കരച്ചിലായിരുന്നു. അവൻ പറഞ്ഞു. അവൾ തലതാഴ്ത്തി. സാറില്ലടോ, പോട്ടെ, ഞാൻ അമ്മയോട് പറഞ്ഞെന്റെ കാര്യം. അവൻ പറഞ്ഞു. ലച്ചു ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. സാറില്ല, ഒരു ചെറിയ പിണക്കൊക്കെ ഉണ്ട്. അത് താൻ തന്നെ സംസാരിച്ചാൽ മാറിക്കോളൂ. ആരോട് പറഞ്ഞിട്ടില്ല. അച്ഛനോട് അമ്മ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കൂടി പറഞ്ഞിട്ട് പറയാതിരുന്ന അമ്മയ്ക്ക് അത് ഒരുപാട് വിഷമാവും. ഞാൻ സോറി. അവൾ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. പേടിക്കണ്ട, ഇവിടുന്ന് പറഞ്ഞു വിടുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, എനിക്ക് തന്നെ കുറിച്ച് എല്ലാം അറിയണം. തനിക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കേൾക്കാൻ ഞാൻ റെഡിയാണ്. ഒരുപക്ഷെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വരുമ്പോൾ റെഡിയായി നിൽക്കണം. നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. താൻ താഴേക്കില്ല നോക്ക്. ആനന്ദ് പറഞ്ഞു തിരിച്ചു പോയതും ലച്ചു കുറച്ചു നേരം റൂമിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞാനെങ്ങനെ അമ്മയുടെ മുമ്പിൽ ചെന്ന് സംസാരിക്കും? എന്നെ കൊണ്ടാവൂ? അമ്മ എങ്ങനെ പ്രതികരിക്കും? എല്ലാം തുറന്ന് മാപ്പി ചോദിച്ച് ഇവിടെ നിന്ന് മാറണം. ഞാൻ കള്ളം പറഞ്ഞതായിരുന്നു എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? അവൾ നയം കടിച്ചുകൊണ്ട് വീണ്ടും നടന്നു. എന്തോ ഉറപ്പിച്ച മട്ടിൽ അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. ഒരു പൊട്ടും നെറ്റിൽ തൊട്ടുകൊണ്ട് ധൈര്യം സംഭരിച്ച് താഴേക്ക് ചെന്നു. അച്ഛൻ അവിടെ വരവ് കണ്ടതേ അവളെ നോക്കിയിട്ട് എഴുന്നേറ്റു. മോളെ എവിടെ പോവാ? അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അമ്മ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നു. എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോട്ടെ. ഇത്രയും ദിവസം കള്ളം പറഞ്ഞു ഇവിടെ നിന്നല്ലേ? ഇവിടെ നിന്ന് ഒരു നന്ദി പോലും ഇല്ലെങ്കിൽ എവിടേക്കാന്ന് വെച്ച് ഇറങ്ങിപ്പോക്കോ. അമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിലും പ്രിയയുടെ മുഖം തെളിഞ്ഞു. ആരെയും കാവ്യം പരസ്പരം നോക്കി. അമ്മേ, എന്നോട് ക്ഷമിക്ക്. നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട, അമ്മ പറഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അത് കേട്ടതും പ്രിയ ഫോണെടുത്ത് സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി. പല്ലവി, നീ എന്തൊക്കെയായി പറയുന്നേ? മിണ്ടാണ്ടിരുന്നേ, അവള് വിഷമിപ്പിക്കാതെ. അപ്പൊ ഇവള് കാണിച്ചു കൂട്ടിയതോ? ഇത്രയും ദിവസം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പറ്റിച്ചിട്ട് ഇപ്പൊ എല്ലാവരെയും മറന്ന് അങ്ങനെ അങ്ങ് പോകാൻ പോകുന്നതോ? അമ്മേ, ഞാൻ പറയുന്നത് കേൾക്ക്. മനഃപൂർവ്വം അല്ലായിരുന്നു. എവിടേക്ക് പോകണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ കാല് പിടിക്കാം. അമ്മേനോട് ക്ഷമിക്കണം. എന്നോട് മാപ്പ് തന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പൊക്കോളാം എവിടേക്കെങ്കിലും. ലച്ചു കരഞ്ഞോണ്ട് പറഞ്ഞതും അമ്മ അവളെ ദേഷ്യപ്പെട്ട് നോക്കി. അങ്ങനെ ഇറങ്ങിപ്പോവാനാണെങ്കിൽ പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്ന്? ഇവിടുന്ന് പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ജീവനോടെ ഉണ്ടാവുമോ? നീ പറയ്. അമ്മ ദേഷ്യപ്പെട്ട് ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് തലതാഴ്ത്തി. അങ്ങനെ ആവുമെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം, പക്ഷെ ഒരിക്കലും ഞാൻ മാപ്പ് വരില്ല. അത് കേട്ടോ ലച്ചു ഒന്നും മനസ്സിലാവാതെ അമ്മയെ നോക്കി. അച്ഛൻ അത് കേട്ട് ചെറുചിരിയോടെ തിരിച്ചു പോയിരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി. നീ ഇങ്ങോട്ടേക്ക് വന്ന് നിന്റെ കൂടി സമ്മതത്തോടെയാ. എന്റെ മോളെ കണ്ട പോലെ തന്നെയാ ഒന്നും അറിയാതെ നിന്നെയും ഞാൻ കണ്ടതും സ്നേഹിച്ചതും. ഇവിടെ നിന്ന് നീ പോകുന്നുണ്ടെങ്കിൽ അത് ഇനി ഞാൻ പറഞ്ഞിട്ട് മാത്രമായിരിക്കും. നീ എനിക്ക് എന്റെ മോള് തന്നെയാ. എന്നിട്ടും ഞങ്ങളൊക്കെ കളഞ്ഞ് നിന്നെ കൊല്ലാൻ നടക്കുന്നവരുടെ അടുത്തേക്ക് പോകണമെന്ന് എനിക്ക് അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാം. പിന്നെ ഇങ്ങനെ ഒരു സ്നേഹവും ഞങ്ങൾക്ക് നിന്നോടുണ്ടാവില്ല. അമ്മ പറഞ്ഞു കേട്ട് ലച്ചു കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടതും അമ്മ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സോറി അമ്മേ, ഞാൻ നന്ദു, നീ പറഞ്ഞ എല്ലാം എന്നോട് പറഞ്ഞു. ഒരു പെൺകുട്ടി ഒരു ദയയില്ലാതെ ഇറക്കിവിടാൻ ഞാൻ ദുഷ്ടയെന്നല്ല മോളെ. എന്നാലും ഞങ്ങളോട് പറയാതെ ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്നില്ലേ നീ?
അമ്മയോടെങ്കിലും നിനക്ക് പറയായിരുന്നു. സോറി അമ്മേ, പറഞ്ഞ എന്നെ തിരിച്ചുണ്ടാക്കിയാലൊന്ന് പേടിച്ചിട്ടാ ഞാൻ. മോൾ എന്തിനാ പേടിക്കുന്നത്? അതിന് മാത്രം എന്താ പ്രശ്നം? അമ്മ ചോദിച്ചത് അവൾ തലയാഴ്ത്തുന്ന കരയാൻ തുടങ്ങി. പല്ലവി വേണ്ട, അവളുടെ വിഷമം അവൾക്ക് മാത്രമേ അറിയൂ. അതിൻ്റെ ആഴൊന്നും നമുക്കറിയില്ല. അവൾക്ക് പറയാൻ തോന്നുമ്പോൾ പറയട്ടെ. മോള് വിഷമിക്കണ്ട. ഇവളുടെ വരവ് കണ്ടപ്പോൾ ഞാനും ഒന്ന് പേടിച്ചു പോയി. ഇനി മോള് പേടിക്കണ്ട, നിന്നെ ആരും ഇവിടുന്ന് പറഞ്ഞു വിടില്ല. അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. വീടില്ല എന്നല്ല, ഇവളിനി ഇവിടുന്ന് പോണെങ്കിൽ ഞാൻ പറയും, അല്ലാതെ പോവില്ല. അമ്മ കെറുവോടെ പറഞ്ഞു. അവളത് കേട്ട് കണ്ണീർ തുടച്ചുകൊണ്ട് അമ്മയെ നോക്കി. അത്രയും നേരം ഉള്ളിലുണ്ടായിരുന്ന ഭാരവും വേദനയും കുറഞ്ഞ പോലെ അവൾക്ക് തോന്നി. ഇതുപോലെ എന്തേലും ആയിട്ടാവും സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന്. കണ്ടില്ല ഇപ്പൊ തന്നെ, അമ്മ പറഞ്ഞു. അവൾ അമ്മയെ നോക്കിയിട്ട് അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയതും അച്ഛൻ കണ്ണടച്ച് കാണിച്ചു. അതുകൊണ്ട് അവൾ ചിരിച്ചു. ഇവിടെ ഒന്നറിയാത്ത രണ്ടുപേരും നിൽപ്പുണ്ട്. കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കൂടി ഇടപെടായിരുന്നു. പോയിരുന്ന് പഠിക്കടി, അവള് കാര്യം തിരക്കാൻ വന്നിരിക്കുന്നു. ഞാനെന്ത് പഠിക്കാനാ? റിസൾട്ട് വന്നല്ലേ ഉള്ളൂ. നിനക്ക് ഇവിടെ വേറൊന്നില്ലേ പഠിക്കാൻ? അമ്മ കലിപ്പായതും ആര്യ കാവ്യയും കൊണ്ട് കിച്ചണിലേക്ക് മുങ്ങി. അത് കണ്ടതും അച്ഛൻ ചിരിച്ചുകൊണ്ട് പോയി. അമ്മേ, എന്നോട് ദേഷ്യമുണ്ട് അമ്മയ്ക്ക്? ഉണ്ട്, അത് നീ മറച്ചു വെച്ചത് അറിഞ്ഞപ്പോൾ ദേഷ്യം തോന്നിയിരുന്നു. സാഹചര്യങ്ങൾ ആ മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് നന്ദു പറഞ്ഞപ്പോൾ ദേഷ്യം മാറിയിരുന്നു. മോള് പോകാൻ വേണ്ടി വരുന്ന കണ്ടപ്പോൾ അമ്മയ്ക്ക് 2 തരാനാ തോന്നിയത്. സോറി അമ്മേ, അമ്മയ്ക്ക് ദേഷ്യം തോന്നി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടരാന്ന് കരുതി സ്വയം പോവാൻ നിന്നാ ഞാൻ. അമ്മ ഇറക്കി വിട്ടാൽ എനിക്ക് സഹിക്കില്ല. സ്വയമേ ആ ഒരു വിഷമം കാണില്ല. മറച്ചു വെച്ച തെറ്റാ. സാരമില്ല, കഴിഞ്ഞു. എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ തൊട്ട് നീയും എനിക്ക്. ജീവിതമല്ലേ മോളെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒക്കെ നേരിടണം. പേടിച്ചോടരുത് ഒന്നിനെയും. അമ്മ പറഞ്ഞു. അവൾ തലവിലേക്ക് കാണിച്ചു. എന്നാ പിന്നെ മോള് വാ, രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ, വാ. അമ്മ അതും പറഞ്ഞ് അവളെയും കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. 2 സ്ലാബിന്റെ മേളിലിരുന്ന് ക്യാരറ്റ് തീറ്റയാണ്. അമ്മയെ കണ്ടു 2 ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. അമ്മ എന്തോ തപ്പുന്ന കണ്ട് 2 ജീവനും കൊണ്ട് ഓടി. ചൂലെടുത്തിട്ട് അമ്മ നോക്കിയതും 2 പോയത് കണ്ട് ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇട്ട് ലച്ചുവിന് കാപ്പി എടുത്തു കൊടുത്തു. വെറുതെയാ, 2 കൊച്ചു പിള്ളേരെ പോലെയാ, ഒരേ പ്രായവും. കാവ്യ ആര്യയുടെ കൂടെ പഠിക്കുന്നത്. പ്രിയക്ക് അവരുടെ കൂടെ പഠിക്കണ്ടെന്ന് പറഞ്ഞ് വാശിയായതുകൊണ്ട് വേറെ സ്കൂളിലാണ് പ്രിയ പഠിച്ച്. വാശി കൂടുതലാ, അതിൻ്റെ എല്ലാ സ്വഭാവങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊത്തൊരു സുമതി. അമ്മ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ലച്ചു കേട്ട് ചിരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് അറിയോ ഇന്നലെ എന്തൊക്കെയായിരുന്നു? 2 കൂടി ആരും കാണാൻ രാത്രി പുറത്തിരുന്ന് കിണരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. നന്ദു അവളെയും കൊണ്ട് റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ അമ്മ അതൊക്കെ കണ്ട് എൻ്റെ ഉള്ളംകാലിൽ നിന്ന് പെരുപ്പ് കയറിയതാ. പക്ഷെ ഇപ്പൊ ഒരുപാട് സന്തോഷമായി. അവളൊരു കള്ളിയാ. ആന്റി എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അവൾ ഇന്ന് തന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുന്ന ഉറപ്പാ. ദൈവം എൻ്റെ കൂടെയാ. പ്രിയ അവിടെ നടന്ന് വിളിച്ച് സുമതിയെ അറിയിച്ചു. ഞാൻ അവളെ കണ്ടപ്പോ തന്നെ പറഞ്ഞല്ലേ മോളെ കള്ളിയാണെന്ന്. അപ്പൊ എന്നെ കുറ്റം പറഞ്ഞു. അത് തന്നെ വേണം. ഏതായാലും നീ അവന്റെ ഉള്ളിൽ കയറി പറ്റാൻ നോക്ക്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ അവൻ എന്നോട് പറഞ്ഞു ഒരിക്കലും എന്നെ സ്നേഹിക്കില്ലെന്ന്. ആ ലച്ചു എന്ന് പറയുന്നുള്ള ആന്റി ഇവിടുന്ന് പുറത്താക്കിയാൽ പിന്നെ നന്ദുവിന്റെ ആഗ്രഹം എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നടക്കില്ല. ആ അവസരം നോക്കി ആന്റിയെ കയ്യിലെടുത്ത് അവനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കണം എന്ന് എനിക്കറിയാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ വിട്ട് പോകാനാവില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവനെ ഞാൻ മാറ്റിയെടുക്കും. നിന്നെ കൊണ്ട് പറ്റും മോളെ. നീ അവനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ തന്നെ ജീവിക്കണം. അതുകൊണ്ടാ നിങ്ങൾ അവിടെ കൊണ്ടാക്കിയിരുന്നു ഞാൻ. തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്താ വേണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്ത് ചെയ്യും അമ്മേ? പ്രിയ അത് കേട്ട് ആകാംക്ഷയോട് ചോദിച്ചു. അത് കേട്ടത് സുമതി ചിരിച്ചു. കാവ്യ ആദ്യം നമ്മളെ വിവാഹം നടക്കണമെങ്കിൽ ഞാൻ സമ്മതിക്കണ്ടേ? നിനക്ക് നന്ദുവിനെ കിട്ടാതെ അതിന് ഞാൻ സമ്മതിക്കില്ല. അത് വേണ്ടമ്മേ. കാവ്യ ആദ്യം ഇതിലൊന്നും പെടാത്ത 2 പേരാ. സ്നേഹിച്ചിട്ടും കിട്ടാത്തതിൻ്റെ വേദന എനിക്കറിയാം. അവളെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവളുടെ ജീവിതവും സ്വപ്നമൊന്നും ഇല്ലാതാവാൻ പാടില്ല. അമ്മ ഒന്നും ആലോചിക്കണ്ട. എല്ലാം എൻ്റെ ആഗ്രഹം പോലെ നടക്കും. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. അവളെ പിടിച്ച് പുറത്താക്കുന്ന എനിക്കൊന്ന് കാണണം. പ്രിയ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ടാക്കി അകത്തേക്ക് പോയി. പ്രിയ അകത്തി എന്ന് ടി വിക്ക് മുമ്പിലിരിക്കുന്ന കാവ്യ ആരെയും കണ്ടു. അവളൊരു നിമിഷം ആലോചിച്ച് നിന്നു. എന്താ പ്രിയേ, നീ എന്താ നോക്കുന്നേ? അവളുടെ നോട്ടം കണ്ട് കാവ്യ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. ആന്റി എവിടെ പ്രിയ? കിച്ചണിലാ. കാവ്യ പറഞ്ഞു. പ്രിയ അവിടേക്ക് ചെന്നു. ഒന്നിച്ച് ജോലി ചെയ്ത് ചിരിക്കുന്ന ലച്ചുവിനെയും അമ്മയും കണ്ട് പ്രിയ കണ്ണ് തിരുമ്മി തുറന്നു. കുറച്ചു മുമ്പ് ഇവിടെ നടന്നൊക്കെ എൻ്റെ സ്വപ്നമായിരുന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ ഇവരൊക്കെ എന്താ ഇങ്ങനെ? ഇനി സ്വപ്നമായിരുന്നോ? പ്രിയ സ്വയം ആലോചിച്ചുകൊണ്ട് തിരിച്ചേർന്ന് പുറത്തേക്ക് ഇറങ്ങി സുമതിയെ വിളിച്ചു പറഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന സുമതിയുടെ സന്തോഷം അതോടെ അണഞ്ഞു. കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവൾ റൂമിലേക്ക് പോയതും അതുകൊണ്ട് ആര്യ ചിരിച്ചു. തൻ്റെ പ്രിയ എന്തൊക്കെയോ വല്ലാണ്ട് പ്രതീക്ഷിച്ചും തോന്നുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞ്? ആളുടെ പോക്കേണ്ട അറിയില്ലേ? ഇവിടെ നേരത്തെയാണെന്ന സംഭവം പാതി കണ്ടപാടെ നിന്റെ അമ്മയോട് വിളിച്ചറിയിക്കാൻ പോയത് അവള്. തിരിച്ചു വന്നപ്പോൾ സീ മൊത്തം മാറി. ചേച്ചിയെ പുറത്താക്കുന്ന കാണാൻ ഓടി വന്ന്. പക്ഷെ പ്രിയ ചമ്മിയും പോയി. സ്വപ്നാണോ എന്നുള്ള കൺഫ്യൂഷനിൽ പോയതാ കക്ഷി. ആര്യ പറഞ്ഞു. കാവ്യ അതേയോ എന്ന ഭാവത്തിൽ പോയ പ്രിയയെ നോക്കി. എന്തേലും ആവട്ടെ എന്നും പറഞ്ഞ അവൾ ടി വിയിലേക്ക് നോക്കിയിരുന്നു. ആനന്ദ് ഹോസ്പിറ്റലിൽ എത്തിയതും അവനെ കാത്ത് ആദ്യം നിൽക്കുന്ന കണ്ട് അവൻ ആദ്യയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. അവനെ കുറിച്ച് അറിയണം. എന്നാലും ലച്ചു പറയാൻ പോകുന്ന കേട്ടിട്ട് കാര്യമുള്ളൂ. എന്നാലും ഒരു ഡോക്ടറായി നിനക്കൂല കണ്ടുപിടിക്കാനായില്ലല്ലോടാ. ആനന്ദ് ആദ്യ കളിയായിക്കൊണ്ട് പറഞ്ഞു. അഭിനയം എങ്ങനെയെന്ന് കണ്ടുപിടിക്കാന്നൊന്നല്ല ഞാൻ പഠിച്ചത്. നീ പോയി വെറുതെ എനിക്കിട്ട് ചൊറിയാതെ.
നിനക്ക് വേണ്ട കിട്ടിയില്ലേ? ഇനി അവനെ കുറിച്ച് അന്വേഷിക്കോ? എന്താന്ന് വെച്ചാൽ പോയി ചെയ്യ്. എന്നാ ശരി, ഞാൻ പോയി അന്വേഷിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ആനന്ദ് അതും പറഞ്ഞ ആദ്യം കൊടുത്ത പേപ്പർ വാങ്ങി കാർത്തികിനെ തപ്പിയിറങ്ങി. മാസ്ക് വെച്ചിട്ട് അവനിവൻ അടിച്ചത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് തന്നെയാ. പിടി കിട്ടാതിരിക്കാൻ വേണ്ടിയാണോ മാസ്ക് വെച്ചതും? ശങ്കർ ഹോസ്പിറ്റൽ കാർത്തിയുടെ അടുത്തേക്ക് വന്നിരുന്നു പറഞ്ഞു. ഇവനെ കയറി അടിക്കാൻ അങ്ങനെ അറിയുന്ന നാട്ടിലുള്ളത്? സന്ദീപ് ചോദിച്ചു. പലയിടത്തുണ്ടല്ലോ ആൾക്കാര്, അവര് തിരക്കിയൊന്ന് കാണും. അവസരം കിട്ടിയപ്പോൾ മുതലാക്കിയതാവും. ഇത് അങ്ങനെയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവിടെ രക്ഷകനാ. കാർത്തിക് പലിഞ്ഞരിച്ചുകൊണ്ട് പറഞ്ഞു. ആരുടെ? ലച്ചുവിന്റെ. കാർത്തിക് പറഞ്ഞു. സന്ദീപ് ശങ്കർ പരസ്പരം നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.